welcome back to my another video. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഈ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ പാനിലിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിലേക്ക് ബേ ലീവ്സും ഗ്രാമ്പും പട്ടയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഓണിയനും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം കാഷ്യൂനട്ടും ടൊമാറ്റോയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സേമിയയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആ ബട്ടറിന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. നന്നായി മിക്സാക്കി എടുത്ത് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ സേമിയ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റൈസ് നമ്മൾ സാധാരണ നോർമൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പാർട്ട് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ റൈസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ടേസ്റ്റ് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടേസ്റ്റ് എന്ന് പറയാം. അതായത് പ്രത്യേക കറിയുടെ ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് സമയക്കുറവൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ഇതിലേക്ക് മഞ്ഞളും ലെമണും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു. ബൈ ബൈ.